നമസ്കാരം. ഒരു പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പലപ്പോഴും ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ പാർട്ടിക്കുള്ളിലെ അണികൾക്കുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും വിശ്വസനീയമായ കാര്യം. പക്ഷേ അതൊക്കെ താറുമാറാകുന്ന ഒരു തരത്തിലേക്ക് ഒരു കാലഘട്ടമാകുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്ന സഖാക്കളുടെ അണികളുടെ ഒരു നിര തന്നെ ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാലഘട്ടത്തിലാണ്, ഈ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷമാണ് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൻ്റെ പൊട്ടിത്തുറി ഉണ്ടാകുന്നത് എന്ന് ഇപ്പോൾ പറയാം. പക്ഷേ അത് ഉണ്ടായിട്ടുള്ളത് കുറച്ചു കാലങ്ങളായി ഇങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് പിണറായിയെപ്പോലൊരു ഏകാധിപതിക്കെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, തുറന്നടിച്ച് മുഖത്ത് നോക്കി സംസാരിക്കുവാനുള്ള കരുത്ത് ഈ പാർട്ടിയിലെ പാർട്ടി സെക്രട്ടറിക്ക് അടക്കം ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം MP ഗോവിന്ദൻ അവിടെ ഇരിക്കട്ടെ, കാരണം MP ഗോവിന്ദൻ ഒരു പിണറായിസ്റ്റാണ്. പിണറായിയുമായി ചേർന്ന് പിണറായി പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയപ്പെടുന്നതിൻ്റെ ആദർശവും അവരുടെ ആശയവും അത് വളരെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ സാഹചര്യം പാർട്ടി സെക്രട്ടറി ആദ്യം തീരുമാനിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയെ പൂജിക്കുന്ന തരത്തിലോ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടൊരു പാർട്ടിയെ കൊണ്ടുപോകുന്ന തരത്തിലോ ആകരുത് ഒരു പാർട്ടിയെ നയിക്കുവാനായിട്ട് ചുമതലപ്പെടുന്ന ഒരാൾ ചെയ്യേണ്ടത്. അവിടെ പരാജയപ്പെടുന്നത് MP ഗോവിന്ദനാണ്. ഇവിടെ വലിയൊരു സമസ്യ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ പാർട്ടിക്കുള്ളിൽ നമുക്കറിയാം, BS അച്യുതാനന്ദൻ്റെ കാലത്തിന് ശേഷം BS അച്യുതാനന്ദൻ ഉയർത്തിയ ഒരു ഉൾപാർട്ടി വിപ്ലവം, ആ ഉൾപാർട്ടി വിപ്ലവത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തോമസ് ഐസക്കും MA ബേബിയും ഒക്കെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച പിണറായി വിരുദ്ധ ചേരി വീണ്ടും ഉണർന്നെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പിന്നാലെ ചേരുന്ന വിവിധ ഘടക സമ്മേളനങ്ങളിലാണ് പഴയ VS ഗ്രൂപ്പിൻ്റെ പോരാട്ടമുഖം ഇപ്പോൾ പുറത്തു വരുന്നത്. MA ബേബി ഒരു അച്ചടി മാധ്യമ അഭിമുഖത്തിൽ CPMലെ സംഘടനാ ദൗർബല്യങ്ങൾ തുറന്നു പറഞ്ഞതെങ്കിൽ, തോമസ് ഐസക് ഏതാനും ദിവസം മുൻപ് കടുത്ത പാർട്ടി വിമർശനം നടത്തിയത് ഒരു YouTube ചാനൽ വഴിയാണ് എന്നുള്ളതാണ്. BSൻ്റെ സുവർണകാലത്ത് നവ ലിബറൽ ആശയങ്ങൾ എന്ന പേരിൽ പാർട്ടിയിൽ സമാന്തരമായിട്ട് കലാപശബ്ദമുയർത്തിയ ഈ നേതാക്കൾ കുറേ കാലമായി നിശബ്ദരായിരുന്നു. തുടർഭരണത്തോടെ ഏറെ കരുത്തനായ പിണറായി വിജയനെ തുറന്നെതിർക്കാൻ ഇരുവരും മടിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും മേൽക്കൈയുള്ള പിണറായിക്കെതിരെയുള്ള തുറന്നെതിർപ്പിന് ഇപ്പോൾ കളമൊരുങ്ങിയതായിട്ടാണ് ഈ നേതാക്കൾ കരുതുന്നത് പോലും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലുണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പല ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ റിപ്പോർട്ടിങ്ങിനിടെ നിശ്ചിതമായി വിമർശിച്ചത് ഒരു പുതിയ നീക്കത്തിന് കരുത്തായി ഈ നേതാക്കൾ കാണുകയും ചെയ്യുന്നു. സംഘടന പിടിച്ചെടുക്കാൻ സെപ്റ്റംബർ മുതൽ തുടങ്ങുന്ന ഘടക സമ്മേളനങ്ങൾ വേദിയാക്കാനുള്ള തുറന്നു പറച്ചിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ ബേബി ഐസക് കൂട്ടുകെട്ടിന് കൂടുതൽ സ്വാധീനമുണ്ട്. മലബാർ മേഖലയിൽ P ജയരാജനും ഇളമരം കരീമും PK ശ്രീമതിയും അടക്കമുള്ള നേതാക്കളുമുണ്ട്. തിരുവനന്തപുരത്ത് കടകംപള്ളിയും N ശിവൻകുട്ടിയും, മുൻ മേയർ ബാബുവും, കൊല്ലത്ത് PK ഗുരുദാസനും, പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും, ആലപ്പുഴയിൽ G സുധാകരനും യൂത്ത് പ്രതിഭയും, എറണാകുളത്ത് മുൻ മേയർ CM ദിനേശ് മണിയും, തൃശ്ശൂരിൽ MM വർഗീസും ഉൾപ്പെടെ മുൻനിര നേതാക്കൾ ഈ ചേരിക്കൊപ്പം ചായുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർഭരണത്തെക്കാൾ സംഘടന പിടിച്ചടക്കൽ പ്രധാന ചുവടുവയ്പായി ഇവർ കാണുകയാണ്. പിണറായിയെ പ്രതിരോധിച്ച് AK ബാലൻ നയിക്കുന്ന കണ്ണൂർ പാർട്ടിയാണ് സമ്മേളനങ്ങളിൽ ഇവർക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത്. തെറ്റുതിരുത്തൽ മുദ്രാവാക്യവും ബംഗാളിലെ CPMൻ്റെ ചിത്രം ചൂണ്ടിക്കാണിക്കലും വഴി ലക്ഷ്യമിടുന്നത് തന്നെ പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒപ്പം കൂടാൻ ഇനിയും കരുത്തുള്ളവർ പിന്നാലെയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പല ഘടകകക്ഷികളും പറഞ്ഞു തുടങ്ങുന്നു. CPI തുറന്നെഴുത്തി രംഗത്തെത്തിയിരിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറിയും LDFൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള ബിനോയ് വിശ്വം, അദ്ദേഹം എന്ത് പ്രസ്താവന നടത്തണമെന്ന് പറയുന്നതിന് A റഹീമിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുകയാണ് ഇപ്പോൾ AIYF. അതൊരു തുടക്കമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബിനോയ് വിശ്വം SFIയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനം അത് പൊതുസമൂഹത്തിൻ്റെ വികാരമാണ് എന്ന് AIYF പറയുന്നു. ഇടതുപക്ഷത്തിനെതിരായി വളരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ വലതുപക്ഷം മാധ്യമങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ SFIയുടെ പേരിൽ ചില ക്രിമിനലുകൾ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് തിരുത്തുവാൻ SFI തയ്യാറാക്കണമെന്നാണ് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത് പോലും. അതിലെന്ത് തെറ്റാണ് എന്നാണ് AIYF ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം നൽകണം. വിമർശനം ഉൾക്കൊണ്ട് SFIയുടെ രീതികളിൽ പരിഷ്കരണത്തിന് ആഹ്വാനം നൽകാതെ ബിനോയ് വിശ്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന AA റഹീം MPയുടെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ് എന്ന് പറഞ്ഞ AIYF ഇടതുപക്ഷം കൂടുതൽ തിരുത്തലുകൾക്ക് വിധേയമാകേണ്ട കാലഘട്ടത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ബിനോയ് വിശ്വത്തിൻ്റെ SFI വിമർശനങ്ങളിൽ വസ്തുതകളില്ലെന്നും വിമർശനങ്ങൾ എപ്പോഴും വസ്തുതാപരവും ക്രിയാത്മകവുമായിരിക്കണമെന്നുമൊക്കെ A റഹീം MP പറയുകയുണ്ടായി. ബിനോയ് വിശ്വം മറ്റൊരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് എന്നും ആ തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലും. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനത്തിരുന്ന് പറയേണ്ടതാണോ അദ്ദേഹം പറഞ്ഞത് എന്ന്
ആത്മപരിശോധന നടത്തണമെന്നൊക്കെയാണ് റഹീം പറഞ്ഞത്. പക്ഷേ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നവർക്ക് പറയേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുവാൻ 3 ദിവസം നീളുന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. സർക്കാരിൻ്റെ പ്രവർത്തനത്തിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിയിലും മുന്നണി നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ജില്ലാ നേതൃയോഗങ്ങളിലടക്കം ഉയർന്നിരുന്നത് എന്നുള്ളത്. ഈ വിമർശനം തുടരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ വിമർശനം തന്നെയാണ് തുടരാൻ പോകുന്നത് എന്നതിൽ മാറ്റമില്ല. തിരുത്തൽ ശക്തിയാകാൻ കഴിയുന്നില്ല എന്ന വിമർശനം CPI സംസ്ഥാന നേതൃത്വവും ഇപ്പോൾ നേരിടുന്നുണ്ട്. കാരണം ഇതെല്ലാം സംസ്ഥാന നേതൃയോഗങ്ങളിലും ആവർത്തിക്കുക തന്നെയാണ്. എക്സിക്യൂട്ടീവിലാണെങ്കിൽ തുടർന്നുള്ള 2 ദിവസം നടക്കുന്ന സംസ്ഥാന കൗൺസിലിനൊക്കെ ഈ സംവിധാനങ്ങളുണ്ടാകും. CPM യോഗങ്ങൾ ഉണ്ടായതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ CPIയിൽ ഉണ്ടാകും. സർക്കാരും CPMും CPI നേതൃത്വങ്ങളും ഒക്കെ ഇതൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അല്ലെങ്കിൽ പ്രവർത്തന ശൈലി, അതിലെ മാറ്റം, സർക്കാരിൻ്റെ മുൻഗണനാ പട്ടിക, SFI അടക്കമുള്ള വർഗ ബഹുജന സംഘടനകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി, ഇവയടക്കം CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. CPI പഴയതുപോലെ ഒരു തിരുത്തൽ ശക്തിയാകുന്നില്ല എന്നുള്ള വിമർശനത്തിന് നേതൃത്വം യോഗത്തിലടക്കം മറുപടി നൽകേണ്ട സാഹചര്യവുമാണ്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന CPMൻ്റെ ജില്ലാ നേതൃയോഗങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണെന്ന് ഉയർന്നു വന്നത്. അതിന് മറുപടി പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. CPM യോഗങ്ങളിൽ ഉണ്ടായതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സർക്കാരും CPMും CPI നേതൃയോഗങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലെ മാറ്റം, സർക്കാരിൻ്റെ മുൻഗണനാ പട്ടിക, SFI അടക്കമുള്ളവർ, അവരുടെ ബഹുജന സംഘടനകൾ അവരുണ്ടാക്കുന്ന പ്രതിസന്ധി, ഇവയൊക്കെ CPIയുടെ സംസ്ഥാന യോഗങ്ങളിൽ വലിയ ചർച്ചയായി ഉയർന്നു വരികയും അതിനൊരു മാറ്റം ഉണ്ടാക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ഭരണം നിലനിർത്തണമെങ്കിൽ കടുത്ത തീരുമാനം വേണമെന്നും അതുണ്ടാക്കാൻ നിലവിലെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ വലിയ മാറ്റം വേണമെന്നും തന്നെയാണ് CPI നേതാക്കൾക്ക് പൊതുവെയുള്ള അഭിപ്രായം. അതേസമയം കഴിഞ്ഞ ദിവസം ഈ സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണ്, സാമ്പത്തിക നേട്ടമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്നൊക്കെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും വിമർശനം ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ച വോട്ട് കണക്കുകൾ തെറ്റാണ് എന്നും ഇത് ഗുരുതര വീഴ്ചയാണ് എന്നും സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ജില്ലയിലെ പ്രാദേശിക നേതാക്കൾക്കുള്ള റിപ്പോർട്ടിംഗാണ് AKG സെൻറ്ററിൽ നടത്തിയത് എന്നും ഗോവിന്ദൻ പറയുകയാണ്. പാർട്ടി അംഗങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ സജീവമാകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയും ചെയ്തിരിക്കുന്നു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നുള്ള പാർട്ടി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് MV ഗോവിന്ദൻ്റെ പുതിയ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ മുന്നോട്ട് വരുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമൊന്നും വിട്ടുനിൽക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നു. പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടണമെന്ന് പറയുന്നു. വിശ്വാസികളെ കൂടെ നിർത്തണമെന്ന് പറയപ്പെടുന്നു. താഴെത്തട്ടിലെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സഖാക്കൾ അവർ പണത്തോട് ആർത്തിയാണ് എന്നുള്ള വിമർശനവുമായിട്ടാണ് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്നിരിക്കുന്നത്. എങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്നൊരു ലക്ഷ്യത്തോടെയാണ് പലരും ഇന്ന് പാർട്ടിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തൊക്കെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗ് സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്തിരുന്നു. നേരത്തെയും ഇതിന് സമാനമായിട്ടുള്ള വിമർശനം MV ഗോവിന്ദൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് തന്നെ ലഭിച്ചിട്ടുള്ള കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയായിട്ടും കാണുന്നുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത്, പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്രങ്ങളിലടക്കം ഇടപെടേണ്ടത് ആവശ്യമായി മാറുന്നു. വിശ്വാസികളെ കൂടെ നിർത്തണമെന്ന് പറയപ്പെടുന്നു. ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്ന് പറയപ്പെടുന്നു. മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങൾ പാർട്ടി അംഗങ്ങൾ സജീവമായിട്ട് നിൽക്കണമെന്ന് അടക്കം തിരുത്തലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു തൊഴിലോ മറ്റു മാർഗങ്ങളോ ഇല്ലാത്തവർ പെട്ടെന്ന് വലിയ സമ്പന്നരായിത്തീരുന്ന ഒരു പ്രവണത ഇപ്പോൾ പാർട്ടിയിൽ കണ്ടുവരുന്നതായും MV ഗോവിന്ദൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പുതുതായി പാർട്ടിയിലെത്തുന്നവരുടെ സമ്പത്ത് ഏതാനും വർഷം കൊണ്ട് വൻതോതിൽ വർദ്ധിക്കുകയാണ് എന്നതടക്കം MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അത്തരക്കാരെ കണ്ടെത്തി കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് MV ഗോവിന്ദൻ്റെ മറ്റൊരു അഭിപ്രായം. സഹകരണ സ്ഥാപനങ്ങളിൽ ചിലർ തുടർച്ചയായിട്ട് ഭാരവാഹികളാകുന്നതടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദോഷമുണ്ടാക്കുന്നുണ്ട് പാർട്ടിക്ക് എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം, പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി കരുനാഗപ്പള്ളിയിൽ ചേർന്ന മേഖലാ യോഗത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഗോവിന്ദൻ ഉന്നയിക്കുകയുണ്ടായി. തെറ്റുതിരുത്തൽ രേഖ എല്ലാ തലത്തിലും അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നും മെറിറ്റ് കടന്നുള്ള അല്ലെങ്കിൽ മെറിറ്റ് മറികടന്നുള്ള സ്ഥാനക്കയറ്റം പാർട്ടിയിൽ തുടരുകയാണ് എന്നും സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണന ഏത് വിഭാഗങ്ങൾക്കായിരിക്കണമെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിക്കേണ്ടതുണ്ട്. 20ഓളം ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും പാനൂരിലെ ബോംബ് സ്ഫോടനവും ഒക്കെ ഈ പാർട്ടിക്ക് അവമതിപ്പും തിരിച്ചടിയുമായി മാറി എന്നുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ SNDP യോഗത്തെ സംഘപരിവാറിൻ്റെ കയ്യിലാക്കാൻ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അനുവദിക്കരുതെന്ന് പറയപ്പെടുന്നു. പാർട്ടി പ്രവർത്തകർ
സജീവമായിട്ട് പല ഇടപാടുകൾ ജനങ്ങളോടൊപ്പം നടത്തേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതാക്കൾക്കും ഘടകകക്ഷികൾക്കും വലിയ പിഴവ് പറ്റിയിരിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തിരുത്തൽ രേഖകൾ ഉണ്ടാകുന്നത്? പണ്ട് നമുക്കറിയാം, പണ്ടൊരു ബദൽ രേഖ ഉണ്ടാക്കി എം വി രാഘവനെ പോലുള്ള ആളെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം CMB എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുകയും അത് UDFിൻ്റെ ഭാഗമായിട്ട് MV രാഘവൻ നിലകൊള്ളുകയും മരണം വരെ UDFിനോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയായി തീരേണ്ട ഗതികേടിലേക്ക് MV രാഘവനെ കൊണ്ടെത്തിച്ചത് ഈ പാർട്ടിയാണ്, ഈ പാർട്ടിക്കാരാണ്. ഒരു ബദൽ രേഖാ സംവിധാനം ഉണ്ടാകണമെന്ന് അദ്ദേഹം വാശി പിടിക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തത് തെറ്റാണെന്ന് ഇന്നത്തെ ഈ പാർട്ടി സഖാക്കൾ പറയുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സുകൊണ്ട് സമ്മതിക്കുന്നവരാണ് ഈ പിണറായിയെപ്പോലുള്ളവരടക്കം. പക്ഷേ ഇവരുടെയൊക്കെ മൗനാനുവാദത്തോടു കൂടിയാണ് സെക്രട്ടേറിയറ്റിനുള്ളിൽ അല്ലെങ്കിൽ ആ നിയമസഭയ്ക്കുള്ളിലിട്ട് ഈ പാവപ്പെട്ട MVRനെ അന്ന് ചവിട്ടിക്കൂട്ടിയത് ഈ പാർട്ടിയിലെ മുതിർന്ന അന്നത്തെ നേതാക്കൾ. അതുകൊണ്ട് ആ കാലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ തിരുത്തൽ രേഖ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ തിരുത്തൽ രേഖയിൽ പെട്ട് തല ഉരുണ്ടു പോകുന്നത് ആരുടെയൊക്കെ ആയിരിക്കും? ആദ്യം ഉരുളുന്നത് ആരുടെയൊക്കെ ആയിരിക്കും? ഇവിടെ ഇപ്പോൾ MA ബേബിയും സഖാവ് തോമസ് ഐസക്കും ഒക്കെ നയിക്കുന്ന പിണറായി വിരുദ്ധ ചേരി അതെന്തുകൊണ്ടുണ്ടാകുന്നു? പാർട്ടിയിൽ തോൽവി സമ്മാനിച്ചിട്ടുള്ളത് പിണറായി തന്നെയാണ് എന്ന് ചിലരെങ്കിലും സമ്മതിക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള അണികളെ ചേർത്ത് നിർത്താൻ ഈ തോമസ് ഐസക്കിനും MA ബേബിക്കും കഴിയുന്നത് പോലെ തന്നെ P ജയരാജനും ഇളമരം കരീമും അടക്കമുള്ളവർക്ക് മലബാർ മേഖലയും കണ്ണൂരും പിടിച്ചു നിർത്തി സഖാക്കളെയും അണികളെയും കൂടെ നിർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് പിണറായി വിരുദ്ധ ചേരി ശക്തി പ്രാപിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും രാജിവെക്കൂ എന്ന് പാർട്ടിക്കാരടക്കം പിണറായിയോട് പറഞ്ഞാലും പിണറായി രാജിവെക്കില്ല എന്നുള്ളതാണ് സത്യം. പകരം പുതിയ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങളിലേക്ക്, സമ്മേളനങ്ങൾക്ക്, സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPM എത്തുമ്പോൾ ആ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ നടക്കുമ്പോൾ മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ പാർട്ടിയിൽ വന്ന് ഈ പദവികളൊക്കെ ഒഴിഞ്ഞ് താൻ പാർട്ടിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അങ്ങനെയായിരിക്കും പിണറായി വിജയൻ ചിലപ്പോൾ പാർട്ടി സ്ഥാനമാനങ്ങളും മുഖ്യമന്ത്രി പദവിയടക്കം രാജിവെച്ച് മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആരൊക്കെ രാജിവെക്കാൻ പറഞ്ഞാലും പിണറായി വിജയൻ രാജിവെക്കില്ല. പകരം രാജി എന്ന് പറയപ്പെടുന്നത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് വേണമെങ്കിൽ കരുതുകയും ചെയ്യാം.